Good morning everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീക്വൻസ് ഫോം ചെയ്യാൻ പഠിച്ചു അല്ലേ? കൂടാതെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 10 and 11 കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്കായി തന്നിരുന്നു. ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. Are you ready? Okay, let's see the first question. Read the question carefully everyone. Make the following number sequences from the sequence of equilateral triangle, squares and regular pentagon, so on, of regular polygons. എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? റെഗുലർ പോളിഗൺസ് വെച്ച് നമ്മൾ കുറച്ച് സീക്വൻസ് ഫോം ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് പോളിഗൺ എന്താണെന്ന് അറിയണം. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, അറിയാമല്ലേ? എന്താണ് പോളിഗൺ? യെസ്, ക്ലോസ്ഡ് ഫിഗേഴ്സ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ട്രയാങ്കിൾ, സ്ക്വയേഴ്സ്, പെന്റഗൺ. യെസ്, ഇതിനെയൊക്കെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പോളിഗൺ. അപ്പൊ എന്താണ് റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സീക്വൻസ് ഫോം ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ്, സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, വൺ ഇന്നർ ആംഗിൾ, വൺ ഔട്ടർ ആംഗിൾ. ഇത് വെച്ചാണ് നമ്മൾ സീക്വൻസ് ഫോം ചെയ്യേണ്ടത്. ഞാനിവിടെ കുറച്ച് റെഗുലർ പോളിഗൺ വരച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സീക്വൻസ് ഫോം ചെയ്യാം. നോക്കാം. ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അറിയില്ലേ, എല്ലാ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് സൈഡ്സ്, ഇതിന് എത്ര സൈഡ് ഉണ്ട്? 3. അപ്പോൾ എഴുതാം 3. നെക്സ്റ്റ് സ്ക്വയർ. സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4. തേർഡ് വൺ regular pentagon. Regular pentagon how many sides? 5. ഇനി സപ്പോസ് ഒരു ഫിഗർ കൂടി ഉണ്ട്, 6 സൈഡുള്ള ഫിഗർ, അതായത് ഹെക്സഗൺ ഉണ്ടെങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ടാവും? 6 അല്ലേ? നമുക്ക് 6 എഴുതാം, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രയാങ്കിളിന് എത്ര ആംഗിൾസ് ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട് അല്ലേ? ഈ 3 ആംഗിൾ കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. വെരി ഗുഡ്. നെക്സ്റ്റ് സ്ക്വയറിന്റെ സം ഓഫ് ആംഗിൾസ് ഓഫ് എ സ്ക്വയർ എത്രയാണ്? നമുക്കറിയാം അല്ലേ, ഒരു സ്ക്വയറിന്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇങ്ങനെ 4 ആംഗിൾ ഉണ്ട്, 4 ആംഗിളും 90 ഡിഗ്രി ആണ്. ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 360. ഓക്കെ, നെക്സ്റ്റ് 360. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനിപ്പോ നിങ്ങളൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ 2 ട്രയാങ്കിൾ ആയി ഡിവൈഡ് ആയി അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് നമുക്കറിയാം 180 ആണ്. അങ്ങനെ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ആ 2 180 + 180 ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ 2 × 180 എന്ന് എഴുതിയാലും മതി. അങ്ങനെ കുറെ മെത്തേഡ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. 360. ഇനിയിപ്പം സം ഓഫ് ആംഗിൾസ് ഓഫ് എ റെഗുലർ പെന്റഗൺ എത്രയാണ്? ഇങ്ങനെ ചെയ്യും. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡയഗണൽ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു ഡയഗണൽ വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര ട്രയാങ്കിൾ കിട്ടി നമുക്ക്? 3 ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ സമ്മ് 180 ആണെന്ന് അറിയാം. പിന്നെ 3 ട്രയാങ്കിൾസ് ഉണ്ട്. 3 × 180 ചെയ്താലും മതി. എത്ര വരും? 540. ഓക്കെ, എക്സെട്ര. നെക്സ്റ്റ് സം ഓഫ് ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്താണ്? ഔട്ടർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈഡ്സ് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും അല്ലേ? 3 സൈഡ് ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇതാണ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എനി ഷേപ്സ്, എനി ഫിഗേഴ്സ് ഇസ് 360 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ട്രയാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും പെന്റഗൺ ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും 360 ആണ്. ഓക്കെ, നമുക്ക് എഴുതാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്. അതുപോലെ സ്ക്വയറിൻ്റെതായാലും സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. ഓക്കെ, പെന്റഗൺ സം ഓഫ് ഔട്ടർ ആംഗിൾ ഇസ് 360 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്നർ ആംഗിൾ. വൺ ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ് എന്നറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? 180 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. എത്ര സൈഡ്സ് ഉണ്ട് ഇതിന്? സോറി, നമ്പർ ഓഫ് ആംഗിൾസ്. എത്ര ആംഗിൾസ് ഉണ്ട്? 3 ആംഗിൾ ഉണ്ട് അല്ലേ? അപ്പോൾ 180/3 ചെയ്താൽ മതി.
180/3 എന്ന് പറയുമ്പോൾ എത്ര വരും 60 ഡിഗ്രി. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇനി ഇവിടെ ആയാലും നമുക്കറിയാം ഇതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ് 360 ആണ് അല്ലേ. എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ 360/4 ചെയ്യാം. 360 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ ഒരു ആംഗിൾ നമുക്ക് കിട്ടും. എത്രയാണത് 90 ഡിഗ്രി. 90 ഡിഗ്രി. ഇനി പെൻറ്റഗണിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ സം ഓഫ് ആംഗിൾ എത്രയാണ് 540 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 540 ഡിവൈഡഡ് ബൈ ഹൗ മെനി ആംഗിൾസ് 5 ആംഗിൾ. അപ്പോൾ 540 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക് 108 ഓക്കെ എക്സെട്ര. ഓക്കെ ലാസ്റ്റ് വൺ ഔട്ടർ ആംഗിൾ അല്ലേ. സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 360 ആണ്. അപ്പോൾ വൺ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി സം ഓഫ് ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ്. എത്ര ആംഗിൾ ഉണ്ട് 3. അപ്പോൾ 360/3 ചെയ്താൽ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ വൺ ഔട്ടർ ആംഗിൾ കിട്ടും. 360/3 ചെയ്താൽ എത്രയാണ് 120 ഡിഗ്രി. ഓക്കെ നെക്സ്റ്റ് സ്ക്വയറിന്റെ ഔട്ടർ ആംഗിൾ വൺ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360 ഹൗ മെനി ആംഗിൾസ് 4. 360 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. എത്ര കിട്ടും 360/4 is 90. ഓക്കെ 90 ഡിഗ്രി. നെക്സ്റ്റ് പെൻറ്റഗണിന്റെ വൺ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. 360/5 is 72 ഡിഗ്രി. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ 5 സീക്വൻസ് ഫോം ചെയ്തിട്ടുണ്ട്. സീക്വൻസ് ഫോം ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.